വെൽക്കം ബാക്ക് ടു ബാലവീർ മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബാലവീറിൻ്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡാണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദുഷ്ടലോകത്താണ്. അവിടെയാണെങ്കിൽ ദുഷ്ടദേവതയും അതുപോലെ തന്നെ മഹാവിനാശിനിയും കുട്ടുമാനും അഗ്നി മനുഷ്യനിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ സമയത്തേക്കാണ് അങ്ങോട്ട് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വരുന്നത്. അതാരാണെന്ന് നോക്കുകയാണെങ്കിൽ അത് ബാലവീർ ആയിരിക്കും. ബാലവീറാണെങ്കിൽ അഗ്നി മനുഷ്യനെ ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് ആ ഒരു ദുഷ്ടലോകത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇതേ സമയത്ത് തന്നെ ബാലവീറിനെ കണ്ട ഉടനെ തന്നെ ആ ഒരു അഗ്നി മനുഷ്യൻ ചോദിക്കുകയാണ്, മഹാവിനാശിനി ഇതാരാണ്, ഏതാണ് ഈ കുട്ടി എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മഹാവിനാശിനി പറയുകയാണ്, ഇതാണ് ബാലവീർ, കുട്ടികളുടെ രക്ഷകൻ, ദേവതാലോകത്തെ രക്ഷിക്കാൻ വന്നതാവുമെന്ന് പറയുകയാണ്. ഇത് കേട്ട് അഗ്നി മനുഷ്യൻ പറയുകയാണ്, ഞാൻ ദേവതാലോകത്തെ തന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടി പോവുകയാണ്, എന്നാൽ അതിൻ്റെ തുടക്കം ബാലവീർ എന്ന ഇവനിൽ നിന്നാവട്ടെ എന്ന് പറയുകയാണ്. ഈ ഒരു കൊച്ചുകുട്ടിക്ക് എന്നെ എന്ത് ചെയ്യാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ബാലവീറിനാണെങ്കിൽ വളരെയധികം ദേഷ്യം വരികയാണ്. ബാലവീർ ഒന്നും നോക്കുന്നില്ല, തൻ്റെ ശക്തികളെല്ലാം തന്നെ ആ ഒരു അഗ്നി മനുഷ്യൻ്റെ നേരെ പ്രയോഗിക്കുകയാണ്. പക്ഷേ എന്ത് കാര്യം, ബാലവീറിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് ശക്തിശാലിയായിരുന്നു ആ ഒരു അഗ്നി മനുഷ്യൻ. ബാലവീറിൻ്റെ യാതൊരു മന്ദശക്തിയും ആ ഒരു അഗ്നി മനുഷ്യൻ്റെ നേരെ ഏൽക്കുന്നില്ലെന്ന് മാത്രമല്ല, അഗ്നി മനുഷ്യൻ അതിനെയെല്ലാം തന്നെ തകർത്ത് കളയുകയാണ്. ഇത് കണ്ട് അപ്പുറത്ത് നിന്ന് മഹാവിനാശിനിയും കുട്ടുമാനും അതുപോലെ തന്നെ ദുഷ്ടദേവതയും പൊട്ടിച്ചിരിക്കുകയാണ്. കാരണം അവരുടെ എല്ലാ പ്ലാനുകളും വളരെ നല്ല രീതിയിൽ തന്നെ അവർ കരുതിയ പോലെ തന്നെ നടന്നു പോകുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ബാലവീറാണെങ്കിൽ ഇതെന്തുകൊണ്ടാണ് തൻ്റെ ശക്തികളൊന്നും തന്നെ അഗ്നി മനുഷ്യൻ്റെ നേരെ പ്രയോഗിച്ചിട്ടും യാതൊരു മരവുമില്ലാത്തത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയത്ത് അഗ്നി മനുഷ്യന് പറയുകയാണ്, ഞാൻ ദേവതാലോകത്തെ തന്നെ ഇല്ലാതാക്കുവാൻ പോവുകയാണ്, അതിൻ്റെ തുടക്കം നിന്നിൽ നിന്ന് തന്നെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നി മനുഷ്യനാണെങ്കിൽ തൻ്റെ ഭീമാകാരമായ ശക്തികളെല്ലാം തന്നെ ബാലവീറിൻ്റെ നേരെ പ്രയോഗിക്കുകയാണ്. അങ്ങനെ ബാലവീറാണെങ്കിൽ അവിടെ വീഴ്ന്നു പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ അഗ്നി മനുഷ്യൻ ബാലവീറിൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം സംഭവിക്കുന്നത്. ബാലവീറാകെ വേർക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. ബാലവീറിൻ്റെ ശരീരത്തിലെ താപനില വളരെയധികം കൂടുകയാണ്. മാത്രമല്ല ബാലവീറിൻ്റെ ഡ്രസ്സുകളെല്ലാം തന്നെ കത്തിപ്പോവാൻ വേണ്ടി തുടങ്ങുകയാണ്. ആ ഒരു അഗ്നി മനുഷ്യൻ തൻ്റെ അടുത്തോട്ട് വരുന്നതോറും ബാലവീർ വളരെയധികം ക്ഷീണിച്ചു പോവുകയാണ്. അഗ്നി മനുഷ്യനാണെങ്കിൽ തൻ്റെ ശക്തികളെല്ലാം തന്നെ ബാലവീറിൻ്റെ നേരെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാലവീറെല്ലാം തന്നെ തൻ്റെ ശക്തി ഉപയോഗിച്ച് തകർക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ബാലവീറിന് ആ ഒരു അഗ്നി മനുഷ്യൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ അഗ്നി മനുഷ്യനാണെങ്കിൽ തൻ്റെ ആ ഒരു ഭീമാകാരമായ എല്ലാ ശക്തികളും ബാലവീറിൻ്റെ നേരെ പ്രയോഗിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ബാലവീർ അവശനായി അവിടെ വീഴുകയും ബാലവീറിൻ്റെ ബോധം പോവുകയും ചെയ്യുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അഗ്നി മനുഷ്യനും ശാത്തിർപരിയും അതുപോലെ തന്നെ കുട്ടുവാനും പൊട്ടിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ബാലവീർ ബോധം കെട്ട് വീണത് അവിടെ നിന്നും എഴുന്നേൽക്കോ ഇല്ലയോ എന്നും അതുപോലെ തന്നെ ആ ഒരു അഗ്നി മനുഷ്യനാണെങ്കിൽ ബാലവീറിനെ ഇല്ലാതാക്കോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബാലവീറിൻ്റെ ഇതുപോലുള്ള എക്സ്പ്ലനേഷന് വേണ്ടി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching and it's me Balveer Malayalam signing off.